കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പ്രഭാതം ദൈവം തന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ക്രൈസ്റ്റ് ബ്ലെസ്സസ് ചാനലിലൂടെ എൻ്റെ അനുഭവ സാക്ഷ്യം അല്പമായി പങ്കുവയ്ക്കുവാൻ ഒരുക്കി തന്ന ദൈവത്തിന് ഞാൻ നന്ദി അറിയിക്കുന്നു. ഇങ്ങനെ ഒരു മുഖാന്തരം എല്ലാവരുടെയും ജീവിതത്തിൽ അതൊരനുഗ്രഹമാണ്. വചനത്തിൽ കാണുന്നത് പോലെ ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുന്നു എന്നുള്ള അടിസ്ഥാനത്തിൽ എൻ്റെ ക്രിസ്തുവിലേക്ക് കടന്നു വന്ന ആ പാത എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും അനുഗ്രഹമായി തീരും എന്ന് ഞാൻ കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് പാസ്റ്റർ ബിജു എന്നാണ്. എൻ്റെ സ്വദേശം കാഞ്ഞിരംകുളം പുല്ലുവിള എന്ന സ്ഥലത്താണ്. എൻ്റെ ഭവനത്തിൽ അപ്പൻ, അമ്മ, അതുകൂടാതെ 2 സഹോദരങ്ങൾ കൂടെയുണ്ട്, ഒരു ജ്യേഷ്ഠനും ഒരു അനിയനും. അപ്പോൾ ഞാൻ വിവാഹം കഴിഞ്ഞ് മാർത്താണ്ഡം എന്നുള്ള പ്രദേശത്ത് ദൈവവേളയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഞങ്ങൾ ഒരു ലാറ്റിൻ കാത്തലിക് കുടുംബമായിരുന്നു. ആ കുടുംബത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. ലാറ്റിൻ സഭ അത് ലോകമെമ്പാടും ഉള്ള ഒരു സഭയാണ്, ഒരു വലിയ സഭയാണ്. അങ്ങനെ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ തുടങ്ങി എൻ്റെ ആ കാലത്തും ഞങ്ങൾ ആ സഭയിലാണ് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ ജീവിത അനുഭവം എന്ന് പറയുമ്പോൾ എനിക്ക് ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ലായിരുന്നു. അങ്ങനെ ദൈവ വഴിവിട്ട ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ലായിരുന്ന എൻ്റെ ജീവിതത്തിൽ പാപപ്രവൃത്തികൾ ഒട്ടനവധി ഉണ്ടായിരുന്നു. ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനിയാണ്. കാരണം ഈ കാത്തലിക് ചർച്ചിൽ പോകുന്നത് കൊണ്ടുള്ള ആ അടിസ്ഥാനത്തിൽ പറയുവാൻ വേണ്ടി സാധിക്കും. പക്ഷേ ദൈവമായിട്ട് ഒരു ബന്ധവുമില്ല. ഒരുപാട് പാപപ്രവൃത്തികളിൽ അടിമപ്പെട്ടിരുന്നു. പുകവലി, മദ്യപാനം, അതുപോലെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം, കഞ്ചാവ്, ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കൾക്ക് അടിമയായിരുന്നു. അതുമാത്രമല്ല, അരുതാത്ത കൂട്ടുകെട്ടുകളും ഒട്ടനവധി ഉണ്ടായിരുന്നു. അങ്ങനെ പാപത്തിൽ അടിമപ്പെട്ട് ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ സമാധാനം ഇല്ല. 14 വയസ്സിൽ ആണ് ഞാൻ ഈ കർത്താവിനെ അറിയുവാൻ ഇടയാകുന്നത്. 14 വയസ്സ് എന്ന് പറയുമ്പോഴത്തേനും നല്ലതും കെട്ടതും അല്ലെങ്കിൽ നല്ലതും ശരിയും തിരഞ്ഞെടുക്കുവാൻ പറ്റാത്തൊരു പ്രായമാണ് ഈ 14-ാമത്തെ വയസ്സ്. ആ സമയത്തിലാണ് ഇങ്ങനെ ഒട്ടനവധി പാപങ്ങളിൽ ഞാൻ അടിമപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ സമാധാനമില്ല. ഞാൻ കടന്നുപോയ എല്ലാ വഴികളും അടഞ്ഞ നിലകളിലായിരുന്നു. മരിക്കണം എന്നുള്ള ചിന്ത മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ദൈവവചനപ്രകാരം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അങ്ങനെ 14 വയസ്സിൽ സമാധാനം നഷ്ടപ്പെട്ട്, ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെട്ട്, മരണം മാത്രം മുൻപിലുണ്ടായിരുന്ന എനിക്ക് ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ 14 വയസ്സിൽ മനസ്സിലാക്കുവാൻ കർത്താവ് സഹായിച്ചു. ഞങ്ങൾ പാരമ്പര്യമായി കത്തോലിക്ക പള്ളിയിലാണ് കടന്നു പോകുന്നത്. എങ്കിലും ഞങ്ങളുടെ
ആ പ്രദേശങ്ങളിൽ വളരെ വളരെ രഹസ്യമായി ആത്മീയ കൂട്ടായ്മകൾക്ക് പങ്കെടുക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളും കുടുംബങ്ങളും ഉണ്ടായിരുന്നു. 14 വയസ്സിൽ ഞാൻ 10ാം ക്ലാസ് പഠിക്കുകയാണ്. എക്സാം എഴുതി ഈ 2 മാസത്തെ ലീവ് കിട്ടുമ്പോഴത്തേനും അയൽവാസിയായ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ചെന്നിരിക്കുകയും കാര്യങ്ങളെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ കടന്നുപോയി. അപ്പോൾ അദ്ദേഹം യേശുവിനെക്കുറിച്ച് പറയുവാനിടയായി. പ്രത്യേകിച്ച് എന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് എൻ്റെ ഹൃദയത്തെ തൊടുവാനിടയായത്. അത് മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന് 5 മക്കളാണുള്ളത്. ഭാര്യ, ഇദ്ദേഹം, കുടുംബത്തിൽ 7 പേർ. ഇദ്ദേഹം രഹസ്യമായി ആത്മീയ കൂട്ടായ്മയ്ക്ക് പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഞാനുമായി സംഭാഷണം ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കാണ് എൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിക്കുവാനിടയായത്. അത് മറ്റൊന്നുമല്ല, എനിക്കോ ഭാര്യയ്ക്കോ മക്കൾക്കോ ഏതെങ്കിലും വിധത്തിലുള്ള ബലഹീനതകൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആശുപത്രിയിൽ പോകത്തില്ല. ദൈവത്തിൽ വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഞങ്ങളുടെ മധ്യത്തിൽ വന്ന് ഏത് ബലഹീനത ഉണ്ടായിരുന്നാലും ഏത് രോഗമുണ്ടായിരുന്നാലും അപ്പം തന്നെ ഞങ്ങളുടെ മധ്യത്തിൽ വന്ന് ഞങ്ങളെ വിടുവിക്കും എന്നുള്ള ഒരു സാക്ഷ്യം എൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിക്കുവാനിടയായി. അപ്പോൾ എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ വന്ന ചിന്തയാണ്, ഞങ്ങൾ ഇങ്ങനെ പാരമ്പര്യമായി ഈ ചർച്ചിൽ കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു അനുഭവം അതെനിക്ക് ആദ്യമായിട്ടാണ് കേൾക്കുവാൻ ദൈവം സഹായിച്ചത്. ഇതിൽ ഒരു സത്യമുണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കുവാനിടയായി. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഞാൻ കടന്നു പോകുന്ന സഭയിലേക്ക് കടന്നു വരണം, ആ സത്യം മരിക്കുന്നതിന് മുമ്പേ മനസ്സിലാകണം, എങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തെ അവകാശമാക്കുവാൻ സാധിക്കത്തുള്ളൂ എന്നുള്ള കാര്യങ്ങൾ തുടർന്നും എന്നോട് പങ്കുവയ്ക്കുവാനിടയായി. ഈ സത്യം ആണ് എന്ന് മനസ്സിലാക്കിയെങ്കിലും ആ സഭയിൽ കടന്നു പോകുവാൻ ഭയങ്കരമായിട്ടുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും നേരിട്ടു. എങ്കിലും ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുയേശുവിൽ ഒരു വ്യക്തിയെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യർക്കും ഒരു പൈശാചിക തന്ത്രങ്ങൾക്കും ആ വ്യക്തിയെ തടഞ്ഞു വയ്ക്കുവാൻ വേണ്ടി സാധിക്കത്തില്ല എന്ന കാര്യം അത് 100% ശരിയാണെന്ന് എൻ്റെ ജീവിത അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചു. ഒരുപാട് തടസ്സങ്ങളും ഒരുപാട് പ്രതിസന്ധികളും ഈ സഭയിൽ കടന്നു പോകുവാൻ നേരിട്ടുവെങ്കിലും ആ തടസ്സങ്ങളെയും പ്രതിസന്ധികളെയും മാറ്റിക്കൊണ്ട് ആ സഭയിൽ കടന്നു പോകുവാൻ, ആത്മീയ കൂട്ടായ്മയിൽ കടന്നു പോകുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ കടന്നു ചെല്ലുമ്പോൾ ഒരു ചെറിയൊരു ഭവനത്തിനകത്താണ് ആ കൂട്ടായ്മ നടക്കുന്നത്. ഞാൻ ഹൃദയത്തിൽ ചിന്തിച്ചു, ഞങ്ങളുടെ ചർച്ച് അല്ലെങ്കിൽ സഭ എന്ന് പറയുമ്പോൾ ഒരു മീറ്റിങ്ങിൽ തന്നെ 5000-ന് മേലെ ആൾക്കാർ കൂടുന്നതാണ്. കരിങ്കല്ല് കൊണ്ട് സ്തോത്രം പൂർത്തീകരിക്കപ്പെട്ട ഒരു ചർച്ചാണ്. അതുപോലെ തന്നെ അതിന് പറയത്തക്കവണ്ണം ഒരുപാട് ഐതിഹ്യങ്ങൾ ഉണ്ട്. അത് സത്യമാണോ കള്ളമാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിച്ചതാണ്, ഇങ്ങനെ വലിയ കൊട്ടാരം പോലെയുള്ള ചർച്ച് വിട്ടിട്ടാണോ ഈ സ്തോത്രം കോഴിക്കൂട് പോലെയുള്ള ഈ വീട്ടിൽ കടന്നു വരുന്നത്? ഇതാണോ ചർച്ച് എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു. അപ്പോൾ അവിടെയുള്ള അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഞായറാഴ്ച ദിവസം ഒരു വചനം അവിടെ വ്യാഖ്യാനിക്കുവാനിടയായി. ആ വചന വ്യാഖ്യാനം എൻ്റെ ഹൃദയത്തെ സ്പർശിക്കുകയും എന്നെ പരിപൂർണമായിട്ടുള്ളൊരു മാനസാന്തരത്തിലേക്ക് വഴി നടക്കുകയും ചെയ്തു. എന്നിൽ പാപി എന്നുള്ള ഒരു കുറ്റബോധം കടന്നു വന്നു. അതുമാത്രമല്ല, യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവമാണെന്നും യേശുക്രിസ്തുവിലൂടെ മാത്രമേ പാപത്തിന് മോചനമുള്ളൂ എന്നും
പാപത്തിൽ ജീവിച്ചാൽ നിത്യനരകത്തിൽ പോകുമെന്നും അതുമാത്രമല്ല കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വന്ന് നമ്മെ ചേർത്തുകൊള്ളും എന്നുള്ള വിശ്വാസം എന്നിൽ ഉടലെടുക്കുവാനിടയായി. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും ദൈവപ്രവൃത്തിക്ക് വേണ്ടി എന്നെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്തു. 14 വയസ്സിൽ യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുവാൻ കർത്താവ് സഹായിച്ചു. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായത്. 14 വയസ്സിൽ വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കി. പാപം ചെയ്തതുകൊണ്ടല്ല, പാപത്തെ വിട്ട് സ്നേഹവാനായ യേശുവിനെ സ്വീകരിച്ചതുകൊണ്ട് ദേശത്തിൽ നിന്നും എന്നെ പുറത്താക്കുവാനിടയായി. കൂട്ടുകാരും എന്നെ പുറത്താക്കുവാനിടയായി. അപ്പോൾ ദൈവം എന്നെ വചനം കൊണ്ട് ആശ്വസിപ്പിക്കുകയും വചനം കൊണ്ട് എന്നെ ബലപ്പെടുത്തുകയും ചെയ്യുവാനിടയായി. അതാണ് ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രത്യുത കർത്താവ് എന്നോട് പറഞ്ഞു, നിന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് നിൻ്റെ കുടുംബമല്ല, നിൻ്റെ ദേശക്കാരല്ല, നിൻ്റെ കൂട്ടുകാരുമല്ല. നിന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് സർവശക്തനായ ദൈവമായ ഞാനാണ്. എനിക്ക് വേണ്ടി നിലകൊള്ളുക, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും ഉയർത്തുകയും ചെയ്യും എന്നുള്ള ഒരു വാഗ്ദത്തം എനിക്ക് ദൈവം കൈമാറി. ആ നാളുകളിൽ എനിക്ക് കയറിക്കിടക്കുവാൻ ഒരു സ്ഥലമില്ല. എങ്കിലും ആ നാളുകളിൽ ദൈവദാസന്മാർ ശുശ്രൂഷിക്കുന്നതായിട്ടുള്ള സഭകളും അതുപോലെ തന്നെ വിശ്വാസ ദൈവമക്കളുടെ ഭവനങ്ങളും എനിക്ക് ആ നാളുകളിൽ ദൈവം ഒരുക്കുവാനിടയായി. അതിനോടൊപ്പം തന്നെ ഞാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അതുപോലെ തന്നെ BTH, MDH, MDU കോഴ്സുകൾ കർത്താവിൻ്റെ കൃപയാൽ പൂർത്തീകരിക്കുവാൻ ദൈവം സഹായിച്ചു. അപ്പോൾ ബൈബിൾ കോളേജിലുള്ള അനുഭവങ്ങൾ എന്നെ പൂർണ്ണമായി ക്രിസ്തുയേശുവിൻ്റെ രക്ഷയിലേക്ക് എന്നെ ഉറപ്പിക്കുവാൻ ദൈവം സഹായിച്ചു. ഞാൻ പഠിച്ചത് കൊല്ലത്ത് ആയൂർ വേങ്ങൂരുള്ള എബനേസർ തിയോളജിക്കൽ സെമിനാരിയിലാണ്. എൻ്റെ ആത്മീയ പഠനം പൂർത്തിയാക്കുവാൻ കർത്താവ് സഹായിച്ചത്. തുടക്ക നാളുകളിൽ അത് എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാക്കുവാൻ ദൈവം സഹായിച്ചു. ആ പഠനങ്ങൾക്ക് ശേഷം കർത്താവിനോട് സംസാരിച്ചു, നീ നിൻ്റെ ഭവനത്തിലേക്ക് കടന്നു പോകുക എന്ന്. ആ വാക്ക് അനുസരിച്ച് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് കടന്നുപോയി. അപ്പോൾ എന്നോട് എതിർത്ത സമൂഹം, എന്നെ തള്ളിക്കളഞ്ഞ ഭവനം, കൂട്ടുകാർ ആരും എനിക്ക് വിരോധമായി സംസാരിക്കാതെ വണ്ണം ദൈവം അവിടെ അവരുടെ വായെ അടയ്ക്കുവാൻ ഇടയായി എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ദൈവം സ്തോത്രം ഹല്ലേലൂയ നടത്തിയ വഴികൾ എൻ്റെ ജീവിതത്തിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. ആ തള്ളപ്പെട്ട സമൂഹത്തിൽ, ഒറ്റപ്പെടുത്തിയ സമൂഹത്തിൽ കർത്താവ് ജീവിക്കുന്നവനാണ് എന്ന് അവിടെ വെളിപ്പെടുത്തി. യോസേഫിനെ സഹോദരങ്ങൾ തള്ളി. എങ്കിലും ആ യോസേഫിൻ്റെ അടുക്കൽ മടങ്ങി വരുവാൻ കർത്താവ് തന്നെ വഴിയൊരുക്കിയതുപോലെ എൻ്റെ സമൂഹവും എൻ്റെ ഭവനവും തള്ളിയെങ്കിലും കർത്താവ് അവരെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവാനിടയായി. എന്തിനു വേണ്ടി എന്ന് വെച്ചാൽ പലവിധമായിട്ടുള്ള രോഗങ്ങൾ, പ്രതിസന്ധികൾ, പൈശാചിക പോരാട്ടങ്ങൾ, ഇങ്ങനെ കടന്നുപോയ ആ സമൂഹം യേശുക്രിസ്തുവിലൂടെ വിടുതൽ ലഭിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അവർ എന്നോട് ചോദിക്കുകയും അവർക്കൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ക്യാൻസർ രോഗത്തിൽ നിന്ന് ആശുപത്രിയിൽ നിന്ന് 4th സ്റ്റേജായി ആശുപത്രിയിൽ നിന്ന് അവിടെ ജീവൻ രക്ഷിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ വ്യക്തികളെ, പക്ഷപാത രോഗികളെ, പൈശാചിക പോരാട്ടത്തിൽ അടിമപ്പെട്ടവരെ, അതുപോലെ തന്നെ സ്ട്രോക്ക് വന്ന് ജീവിതം അവസാനിപ്പിച്ചവരെ, ഇങ്ങനെ മാരകമായിട്ടുള്ള രോഗങ്ങളും മാരകമായിട്ടുള്ള പൈശാചിക വെല്ലുവിളികളിലും അടിമപ്പെട്ടിരുന്ന ജനത്തെ ദൈവം പ്രാർത്ഥന മുഖാന്തരം ദൈവം വിടുവിക്കുവാനിടയായി. അപ്പോൾ അവർ ഒരുമനമായി പറയുവാനിടയായി, ബിജു പാസ്റ്റർ സേവിക്കുന്ന ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന് അവർ വിശ്വസിക്കുകയും അനേകർ ഈ രക്ഷയിലേക്ക് വഴി നടത്തുകയും ചെയ്യുവാനിടയായി.
എനിക്ക് തന്ന ആ ദൈവകൃപ അത് എന്നെ ഈ ക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന ഈ മീഡിയയിലൂടെ, ഈ പ്ലാറ്റ്ഫോമിലൂടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തികളും ഞാൻ യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചതുപോലെ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ കടക്കുവാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഈ പകൽക്കാലം ഈ വാക്കുകളെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ ചിന്തിക്കുമായിരിക്കാം, കുറേ പാസ്റ്റർമാരിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് മതത്തിൽ ചേർക്കുവാൻ. പ്രിയമുള്ളവരെ, ഇത് മതത്തിൽ ചേർക്കുന്ന പരിപാടിയല്ല, മതപരിവർത്തനമല്ല, മനപരിവർത്തനമാണ് ഞങ്ങൾ ഈ പ്ലാറ്റ്ഫോമിലൂടെ പ്രഖ്യാപിക്കുന്നത്. ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ട് പാപത്തിൽ നിന്ന് ഒരു മോചനം ലഭിച്ച് ദൈവരാജ്യത്തിന് അവകാശികളാകും എന്നുള്ളതല്ലാതെ വേറെ ഒരു കാര്യങ്ങളും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൽ നിന്ന് പിരിഞ്ഞതായിട്ടുള്ള ബന്ധം ദൈവത്തിൽ തന്നെ കൂടിച്ചേർക്കണമെന്നാണ് ഈ സാക്ഷി കൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തുടർന്ന് കർത്താവിൻ്റെ കൃപയാൽ എനിക്ക് 2022 വിവാഹം നടക്കുവാനിടയായി. അതുപോലെ തന്നെ സ്തോത്രം, ഹല്ലേലൂയ. വിവാഹം എങ്ങനെ നടക്കും, സ്തോത്രം, നിൻ്റെ ഭാവി ജീവിതം എങ്ങനെയായി തീരും എന്നുള്ള ആ ചോദ്യങ്ങളുടെ മധ്യത്തിൽ കർത്താവ് എന്നെ അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുവാനിടയായി. തുടർന്നും ഞാൻ ദൈവ ശുശ്രൂഷയുടെ ആ ഭാഗത്തായിരിക്കുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സ്തോത്രം ഞാൻ ഹല്ലേലൂയ കർത്താവിൽ ഞാൻ ശരണപ്പെട്ട് ഈ പ്രാർത്ഥനാ വിഷയം പറയുകയാണ്. അതുപോലെ തന്നെ 2022 എൻ്റെ വിവാഹം കഴിഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് ഏകദേശം 3 വർഷമായി തലമുറയില്ല. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്തുള്ള ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ഗവൺമെൻറ് ആശുപത്രിയിൽ, ഞങ്ങൾ തൈക്കാട് ആശുപത്രിയിൽ ഞങ്ങൾ സ്തോത്രം കടന്നു പോകുവാനിടയായി. അവിടെ ഞങ്ങൾക്ക് ഒരുപാട് ടെസ്റ്റുകൾ നടത്തി, ട്രീറ്റ്മെൻറ്റുകൾ സ്തോത്രം ചെയ്തു. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള മറുപടി ഇങ്ങനെയാണ്: നിങ്ങൾക്ക് തലമുറ ലഭിക്കുവാൻ സാധ്യതയില്ല. അങ്ങനെ ഞങ്ങളായിരിക്കുമ്പോൾ ദൈവം ഞങ്ങളോട് സംസാരിക്കുവാനിടയായി. സങ്കീർത്തനങ്ങൾ 127:3 മക്കൾ യഹോവ നൽകുന്ന ദാനവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെയെന്ന്. ആ വാക്കിനെ ഞങ്ങൾ വിശ്വസിച്ചു. മനുഷ്യൻ്റെ വാക്ക് വിശ്വസിക്കുന്നതിനേക്കാളും ദൈവത്തിൻ്റെ വാക്ക് അത് വിശ്വസിക്കാവുന്നതാണ്, അത് മാറ്റമില്ലാത്തതാണ്. ഒരു വാക്ക് തത്വമോ ദൈവം സ്തോത്രം ദൈവമക്കളുടെ ജീവിതത്തിൽ തന്നു കഴിഞ്ഞാൽ അത് ദൈവം പൂർത്തീകരിക്കുന്ന ദൈവമാണ്. മരുന്നുകൊണ്ടും അതുപോലെ തന്നെ ചെക്കപ്പ് കൊണ്ടും നടക്കാത്ത കാര്യം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ സാധിപ്പിച്ചു. ഈ വിഷയത്തിൽ ഒരുപാട് നിന്ദകളും പരിഹാസങ്ങളും എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചുവെങ്കിലും വാഗ്ദത്തം ചെയ്ത ദൈവം അത് തക്ക സമയത്ത് തന്നെ എൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കുവാനിടയായി. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഞാൻ ഒരു ദൈവദാസനാണ്. നമ്മൾ പ്രാർത്ഥിച്ച് തലമുറകൾ ഇല്ലാത്ത ഒട്ടനേകം വ്യക്തികളെ ദൈവം സന്ദർശിച്ച്, ദമ്പതികളെ ദൈവം സന്ദർശിച്ച് തലമുറ കൊടുത്തിട്ടുണ്ട്. തലമുറകളെ ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ നാം സർവശക്തനായ ദൈവത്തെ വിശ്വസിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായിട്ടും നമുക്ക് ദൈവം തലമുറ തരും. തലമുറ തന്നാൽ ദൈവത്തിന് വേണ്ടി വളർത്താം, തലമുറ ഇല്ല എങ്കിൽ അതുപോലെ ജീവിക്കാം എന്നുള്ളൊരു തീരുമാനം ദൈവസന്നിധാനത്തിൽ എടുക്കുവാനിടയായി. കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾ ഈ കുഞ്ഞിനെ, ഹന്ന എന്ന കുഞ്ഞിനെ ഞങ്ങൾ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. കർത്താവേ, നീ ഞങ്ങൾക്കൊരു തലമുറയെ തന്നാൽ ഞാൻ ആ കുഞ്ഞിനെ ദൈവവേലയ്ക്ക് വേണ്ടി, നിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കും എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ജനുവരി മാസം 2024 ജനുവരി മാസം ദൈവം എൻ്റെ വൈഫിനോട് സംസാരിക്കുവാനിടയായി. മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസം എന്ന് ദൈവശബ്ദം കേൾക്കുവാനിടയായി. ദൈവത്തിൻ്റെ നിയോഗം പ്രാപിച്ച ദൈവഭക്തന്മാർ ഈ തലമുറയുടെ വിഷയത്തെക്കുറിച്ച് ഞങ്ങളോട് ദർശനങ്ങളും അതുപോലെ തന്നെ പ്രവചനങ്ങളും വെളിപ്പാടുകളും പറഞ്ഞുകൊണ്ടിരുന്നു. ആ നാടുകളിൽ അത് ഞങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസമായി തീരുവാൻ കർത്താവ് സഹായിച്ചു. ഒരു പ്രതിസന്ധിയിൽ കടന്നു പോകുമ്പോൾ ദൈവം കൈവിടുന്ന ദൈവമല്ല.
ആ കാലഘട്ടത്തിൽ എന്ത് കാര്യത്തെക്കുറിച്ച് നമ്മൾ വിഷമിക്കുമോ, എന്ത് കാര്യത്തെക്കുറിച്ച് നാം പ്രയാസപ്പെടുന്നുവോ, എന്ത് കാര്യങ്ങളെക്കുറിച്ച് നാം ഹല്ലേലൂയ സ്തോത്രം നാം ദുഃഖം അനുഭവിക്കുന്നുവോ, ആ വിഷയത്തെക്കുറിച്ച് നമ്മുടെ ഹൃദയങ്ങളെ തേറ്റുന്നവനാണ്, അല്ലെങ്കിൽ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്നവനാണ് ദൈവം. ആ ദൈവം ഒരു നാൾ നമ്മെ കൈവിടത്തുമില്ല, ഒരു നാൾ നമ്മെ ഉപേക്ഷിക്കത്തും ഇല്ല എന്ന് എൻ്റെ ജീവിത സാക്ഷ്യത്തിൻ്റെ വെളിച്ചത്തിൽ പരിപൂർണമായിട്ട് മനസ്സിലാക്കുവാൻ കർത്താവ് ഈ നാളുകളിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ജനുവരിയിൽ കേട്ട ആ വാഗ്ദത്തം ജൂൺ മാസം പറഞ്ഞതുപോലെ തന്നെ ജൂൺ മാസം 6-ാം മാസം ദൈവം 2024 ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടേതായിട്ടുള്ള ആ കണ്ണുനീർ കണ്ട് ദൈവം മുമ്പേ വാഗ്ദത്തം ചെയ്തതിനെ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിവർത്തിക്കുവാനിടയായി. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞ്, ഹന്ന എന്നാണ് പേര്. അത് ഇംഗ്ലീഷിൽ ഫേവർ, കരുണ എന്നാണ് ആ കുഞ്ഞിൻ്റെ, അല്ലെങ്കിൽ ആ ഹന്ന എന്ന ആ വാക്കിൻ്റെ അർത്ഥം. കരുണയുള്ള ദൈവം മനസ്സലിഞ്ഞിട്ട് ഹന്ന എന്ന കുഞ്ഞിനെ ഞങ്ങൾക്ക് നൽകി തരികയും ഞങ്ങളെ ഒരു കുടുംബമായി ഞങ്ങളെ ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യുവാനിടയായി. ഇന്നും ആ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ പല സ്ഥലങ്ങളിലും കടന്നുപോയി. ഞങ്ങളെ ദൈവം ഫലമേൽപ്പിച്ചതായിട്ടുള്ള സാക്ഷ്യങ്ങളും ദൈവം തന്നതായിട്ടുള്ള ശുശ്രൂഷകളും ഇന്നും ഞങ്ങൾക്ക് ദൈവം തന്ന പ്രാപ്തിക്കൊത്തവണ്ണം ലോകമെമ്പാടും ചെയ്തുകൊണ്ടിരിക്കുന്നു. വീണ്ടും കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തട്ടെ. മുഖ്യമായി ഞങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ, ഇപ്പോൾ ഞങ്ങൾ ചർച്ച് മിനിസ്ട്രിയോടുള്ള ബന്ധത്തിലാണ് ഞങ്ങളായിരിക്കുന്നത്. ആദിമ കാലഘട്ടം തുടങ്ങി, അല്ലെങ്കിൽ രക്ഷയുടെ കാലഘട്ടം തുടങ്ങി ഈ കടന്നു ചെല്ലുന്ന ഈ നാളുകളിലും പ്രത്യേകിച്ച് ദൈവം ഏൽപ്പിച്ച ഒരു ശുശ്രൂഷയാണ് സുവിശേഷം പറയുക എന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ വഴിയരികളിലും അതുപോലെ തന്നെ ചന്തസ്ഥലങ്ങളിലും അതുപോലെ റോഡ് അരികുകളിലും ആശുപത്രികളിലും ബസ്, ട്രെയിൻ, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കർത്താവിനെക്കുറിച്ച് സാക്ഷീകരിക്കുവാനും അനേകർക്ക് അത് പ്രയോജനമായി തീരുവാനും കർത്താവായ ദൈവം സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ ശുശ്രൂഷയാണ് ഞങ്ങൾ ചെയ്യുന്നത്. സുവിശേഷ പ്രഘോഷണത്തിലൂടെ പല സഭകളും പല ദേശങ്ങളിലും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ആ സുവിശേഷ പ്രഘോഷണത്തിലൂടെ ഒരുപാട് വ്യക്തികൾ പാപത്തിനും രോഗങ്ങൾക്കും പൈശാചികമായിട്ടുള്ള വെല്ലുവിളികൾക്കും അടിമപ്പെട്ടിരുന്ന വ്യക്തികൾ ഒരുപാട് പേര് വിടുവിക്കപ്പെട്ടിട്ടുണ്ട്. വീണ്ടും കർത്താവ് തൻ്റെ വചനം ഉറപ്പിക്കുവാൻ വേണ്ടി ചെയ്യും എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എന്നെ ഓർത്ത്, എൻ്റെ കുടുംബത്തെ ഓർത്ത്, ദൈവം ഏൽപ്പിച്ചതായ ശുശ്രൂഷകളെ ഓർത്ത്, ദൈവം ഏൽപ്പിച്ചതായ സഭകളെ ഓർത്ത് എല്ലാവരും ഈ പ്ലാറ്റ്ഫോമിലൂടെ ശ്രവിക്കുന്ന, കാണുന്ന എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥനാ വിഷയം ചോദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ പ്രാർത്ഥനയോടുകൂടെ നിർത്തുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.